എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് എങ്ങനെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ വാറണ്ടി എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നൊരു വീഡിയോ നിങ്ങൾ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വാറണ്ടി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് കഴിഞ്ഞെത്തുന്ന പ്രോഡക്റ്റിന്റെ അവസ്ഥ എന്തെന്നുള്ളതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബോട്ടിന്റെ എയർഡോപ്സ് 402 ആയിരുന്നു ഞാൻ വാറണ്ടിക്ക് അയച്ച പ്രോഡക്റ്റ്. 10 മാസങ്ങൾക്ക് മുന്നേ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുടെ മുകളിൽ പോയിട്ട് കാണാമെന്നുള്ളതാണ്. എന്തായാലും ആ ഒരു പ്രോഡക്റ്റ് ഇത്രയും മാസമായിട്ടും 10 മാസമായിട്ടും സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാം, ഞാൻ ആ ഒരു സമയത്തൊക്കെ വാങ്ങിച്ച പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ പ്രോഡക്റ്റുകളാണ്. എൻ്റെ കൂട്ടുകാർ പറയും ഇതുപോലെ എനിക്കൊരു പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ട് അൺബോക്സും വീഡിയോ ഒക്കെ എടുത്തിട്ട് അവർക്ക് കൊടുക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ കമ്മ്യൂണിറ്റി പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ റിവ്യൂ ചെയ്ത പ്രോഡക്റ്റുകളൊക്കെ 6 മാസം അല്ലെങ്കിൽ 1 വർഷം ആകാറായിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റുകളുടെയൊക്കെ ലോങ് ടേം റിവ്യൂ വേണമെന്നുള്ളത് കുറേ പേര് 96% ആൾക്കാരും വേണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ്റെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ നിന്ന് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. എന്നാൽ പ്രോഡക്റ്റ് ഇവിടെ എത്തിയ സമയത്ത് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് പൊട്ടി, കേസിൻ്റെ കവർ പൊട്ടിയിട്ട് അത് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അത് എങ്ങനെ നിങ്ങളുടെ മുന്നിൽ കാണിക്കും എന്നുള്ളതും അല്ലെങ്കിൽ ഞാനിനി എങ്ങനെ ആ ഒരു ഡ്യൂറബിലിറ്റി ടെസ്റ്റ് കാണിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് 2 ദിവസം ഞാൻ യൂസ് ചെയ്ത് കേട്ടോ. കാരണം എനിക്കറിയണമല്ലോ മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും. അപ്പോൾ 2 ദിവസം ഞാൻ യൂസ് ചെയ്തിട്ട് പെട്ടെന്നാണ് എനിക്ക് കത്തിയത്. മാനുഫാക്ചറിങ് ഡിഫക്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി തരില്ല എന്നുള്ളതാണ്. എന്നാൽ വെറുതെ ഒന്ന് അയച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട്, കാരണം ഒരു ട്രൈ ആണല്ലോ, കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്നുള്ള രീതിക്ക് ഞാൻ ബോട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വാറണ്ടി അങ്ങ് ക്ലെയിം ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മെയിൽ വന്നു, നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ വാറണ്ടി ക്ലെയിം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡേറ്റിനകത്ത് കൊറിയർ പാർട്ണർ വരും, അവരുടെ സാധനം കൊടുത്തയക്കുക. സാധനം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസും ഇയർബഡ്സും മാത്രം കൊടുത്തു വിടുക. കവറോ അല്ലെങ്കിൽ ആക്സസറീസോ ഈവൻ ആ ഒരു ഗൈഡും ഒന്നും വേണ്ട. ജസ്റ്റ് ഈ ഒരു കേസും ഇയർബഡ്സുകളും മാത്രം മതി എന്നുള്ള രീതിക്ക്. അപ്പോൾ ഞാൻ ബോട്ടിൽ നിന്ന് തന്നെ വാങ്ങുന്ന ഒരു കൊറിയറിൻ്റെ കവറിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഇട്ടിട്ട് തിരിച്ചു കൊടുത്തു. എൻ്റെ പേരോ അല്ലെങ്കിൽ ബോട്ടിലേക്കാണെന്നോ ഒന്നും തന്നെ എഴുതിയിട്ടില്ലായിരുന്നു. ജസ്റ്റ് റാപ്പ് ചെയ്തങ്ങ് കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക്, ഓൾമോസ്റ്റ് ഒരു ആഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ എനിക്ക് ഒരു മെയിൽ വന്നു അവിടെ നിന്ന്, നിങ്ങളുടെ വാറണ്ടി ക്ലെയിം അത് അപ്രൂവ്ഡ് ആണ്, സാധനം തിരിച്ച് നിങ്ങളുടെ കയ്യിൽ ഒരാഴ്ചക്കകം കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മേ ബി ആ ഒരു സെയിം പ്രോഡക്റ്റ് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ശരിയാക്കിയിട്ടായിരിക്കും തരുന്നതെന്നുള്ളത്. എന്നാൽ പ്രോഡക്റ്റ് വന്നപ്പോൾ ഞാനൊന്ന് ഞെട്ടി എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ദേ ഇരിക്കുന്നു എൻ്റെ കയ്യിൽ ഫ്രഷ് പീസ് 402. നമ്മുടെ ആ ഒരു പഴയ വീഡിയോ കണ്ടാൽ അറിയാം, അതിനകത്ത് ഞാൻ പറയുന്നത് ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത് മൈക്രോ USB ആണ്. അതായത് 2019 വേർഷൻ ആയിരുന്നു ആ ഒരു പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറിങ് ഇയർ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് ഏപ്രിൽ 2021. അതായത് ലേറ്റസ്റ്റ് പ്രോഡക്റ്റ്, കൂടാതെ ടൈപ്പ് C പോർട്ടും ഒക്കെ ആണെന്നുള്ളതാണ്. എന്തായാലും ആ ചേട്ടന് ഭാഗ്യം എന്നുള്ളല്ലാണ്ട് എന്താ പറയുക, വാറണ്ടിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ പറയുവാണ്, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. കാരണം എൻ്റെ അനുഭവം ഇതാണെന്നുള്ളതാണ്. ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ്, പുതിയൊരു പ്രോഡക്റ്റ് തന്നെ തന്നു എന്നുള്ളതാണ്. ദേ ഇരിക്കുന്നു നമ്മുടെ പ്രോഡക്റ്റ്. എന്തായാലും അൺബോക്സിംഗ് ഒക്കെ ഓൾറെഡി കാണിച്ചുകൊണ്ട് വീണ്ടും ഞാൻ ഇട്ടിട്ട് ഈ ഒരു അൺബോക്സിംഗ് ഇതൊന്നും കാണിക്കാത്തതാണ്. കണ്ടോ, മൈക്രോ USB മാറിയിട്ട് ടൈപ്പ് C പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഈ ഒരു മിനി കേബിൾ എന്നുള്ളത്. കൂടാതെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകൾ നമുക്ക് ലഭ്യമാകും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആ ഒരു കുറച്ച് പേപ്പർ വർക്ക്സ് ആണ്. അപ്പോൾ എന്തായാലും വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു പീസാണ് എൻ്റെ കയ്യിൽ ലഭ്യമായിരിക്കുന്നതാണ്. 100% ബാറ്ററി ഇതാണ്ടോ 4 LED ഇൻഡിക്കേറ്ററും കത്തി കിടക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 100% ഇതിൽ ബാറ്ററി എന്തായാലും ഉണ്ടെന്നുള്ളത്. എന്തായാലും ഞാൻ ഇനി ജസ്റ്റ് ഒന്ന് മൊബൈലുമായിട്ടൊന്ന് പെയർ ചെയ്തിട്ട് ഇതൊന്ന് കേട്ട് നോക്കട്ടെ മ്യൂസിക് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ മൈക്ക് ക്വാളിറ്റി ലൈവ് ഞാൻ കാണിച്ചു തരാം. Few moments later. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ ഇരിപ്പുണ്ട് ഈ ഒരു 402 എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി 408 എന്നാക്കി എന്നുള്ളതാണ്. സെയിം പ്രോഡക്റ്റ് ആണ് കേട്ടോ. ബോക്സിൽ ഇതേ ഇവിടെ എഴുതിയിട്ടുണ്ട്
408 എന്നുള്ളത്. ഞാൻ എപ്പോഴാണ് ഇത് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്തുമായിട്ട് പെയർ ചെയ്യുന്ന സമയത്താണ് എയർഡോപ്സ് 408 എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താണെന്ന് അറിയത്തില്ല, ഈ ഒരു ടൈപ്പ് സി പോർട്ടൊക്കെ മാറ്റിയപ്പോഴായിരിക്കാം ഇങ്ങനെ 402ൽ നിന്നും ആ ഒരു 408ലേക്ക് മാറ്റിയത്. എന്തായാലും സെയിം ഡിസൈനും 402 തന്നെയാണ് കേട്ടോ, അതിലൊന്നും യാതൊരുവിധ സംശയവുമില്ല. സെയിം ഡിസൈനും അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയൊക്കെ. പിന്നെ മ്യൂസിക് ക്വാളിറ്റി എന്ന് പറയുന്നതേ എനിക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി ലൗഡായിട്ടാണ് ഈ ഒരു പഴയ പ്രോഡക്റ്റിൽ ഫീൽ ചെയ്തത്. ആ ഒരു കാര്യം മാറ്റിക്കഴിഞ്ഞാൽ വേറെ ഒരു കുഴപ്പവും എനിക്കില്ല എന്നുള്ളതാണ്. ഇനി മൈക്ക് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു 408ൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻഡോറിനകത്ത് അത്യാവശ്യം നല്ല സ്പീഡിൽ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയാണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും മൈക്ക് ക്വാളിറ്റി എന്ത് മാത്രം ഉണ്ടെന്നുള്ളത്. എന്തായാലും മൈക്ക് ക്വാളിറ്റി ഇൻഡോറും ഔട്ട്ഡോറും കൂടാതെ ഈ ഒരു ലേറ്റൻസി ഒക്കെ വെച്ചിട്ടൊരു വീഡിയോ ഉണ്ടാവും. ആ ഒരു വീഡിയോ കൂടി കാണുമ്പോഴത്തേക്ക് 408 അല്ലെങ്കിൽ 402 മേടിക്കാനായിട്ട് കുറച്ചുകൂടി ഡിസിഷൻ എടുക്കാൻ ഈസി ആകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി വാറന്റിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ വാറന്റി ക്ലെയിം ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയോ, ഏതായാലും തന്നെ വീഡിയോയിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അത് എനിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കും ഉപയോഗപ്രദമാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ വാറന്റി അല്ലെങ്കിൽ ആ ഒരു സർവീസിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.